നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയ അപ്ഡേറ്റിൽ വന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ ജിയോ ആൻഡ് സ്കൈ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് മാറ്റാം, നമ്മൾ സണ്ണ് കൺട്രോൾ ചെയ്യാം. അതുകൂടാതെ കസ്റ്റം എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടായി. അതിൽ മെയിനായിട്ട് വന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റം ഡേ ടൈമും അതുപോലെ കസ്റ്റം നൈറ്റ് ടൈമുമാണ്. അപ്പോൾ നൈറ്റ് ടൈം എന്താണ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം, ചെറുതായിട്ടൊന്ന് നോക്കാം. നമ്മൾ ഇതേപോലെ ഒരു സ്ഥലം, അതായത് നമ്മുടെ മോഡൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിപ്പോൾ കസ്റ്റം ഡേ ടൈമിലിരിക്കുക. കസ്റ്റം ഡേ ടൈം ഞാൻ നേരെ ഇവിടെ നമുക്ക് ടോഗിൾ ചെയ്ത് നേരെ ഓഫ് ചെയ്യാം. ഉണ്ടോ, ഫുൾ ഇരുട്ടിലേക്ക് മാറി. ഇതാണ് കസ്റ്റം ഡേ ടൈം പോയി കഴിഞ്ഞുള്ള അവസ്ഥ. നമുക്ക് നൈറ്റ് ടൈം വേണമെങ്കിൽ നേരെ കസ്റ്റം നൈറ്റ് ടൈം ഓൺ ചെയ്യാം. ഇവിടെ ആകാശം ചെറിയൊരു നീല കളർ വന്നിട്ടുണ്ട്. നമ്മൾ നോക്കേണ്ടത് നമുക്ക് മൂണിനെ കൺട്രോൾ ചെയ്യാം. മൂണിത് ഈ ഭാഗത്തോടെങ്കിലൊക്കെ ഉണ്ടാവും. അതേ കണ്ടോ, അവിടെ ഇരിപ്പുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ സണ്ണ് കൺട്രോൾ ചെയ്യണ പോലെ അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ്, അതായത് ഹൈറ്റ് നമുക്ക് ഒക്കെയും താഴത്തെയും ചെയ്യാം. കണ്ടല്ലോ. അതുപോലെ അതിൻ്റെ റൊട്ടേഷൻ, അതിങ്ങനെ സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം. ഇതുകൂടാതെ അതിൻ്റെ റേഡിയസ്, അതായത് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന മൂണിൻ്റെ വലിപ്പം കണ്ടോ, നമുക്ക് ഇങ്ങനെ ഡിസ്ക് റേഡിയസ് കൂട്ടിയും കുറച്ചും കൊടുക്കാം. പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ ഫേസ്. ഈ മൂണിൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാറില്ലേ, അതായത് ഫുൾ മൂൺ ഉണ്ടാവും, ഹാഫ് മൂൺ ഉണ്ടാവും, ഇച്ചിരി മാത്രമായിട്ടൊക്കെ ഉണ്ടാവും. ഇങ്ങനെ പല ഫേസുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാം. കണ്ടോ, ഇതാണ് മൂൺ ഫേസ്. അതുപോലെ തന്നെ മൂൺ ഫേസ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു ഹാഫ് മൂൺ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ നമുക്ക് ഡയറക്ഷൻ തിരിക്കാം. കണ്ടോ, ഇപ്പുറ സൈഡിൽ ഹാഫ്, അല്ലെങ്കിൽ താഴെ, അല്ലെങ്കിൽ മേലെ മാത്രം, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ചന്ദ്രക്കല പോലെയൊക്കെ ആണെങ്കിൽ അതിനെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ വയ്ക്കാം. മനസ്സിലായില്ലേ? ഇതാണ് മൂൺ ഫേസ് ഡയറക്ഷൻ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ മൂൺലൈറ്റ് ഇൻറ്റൻസിറ്റി, അതായത് നമുക്ക് സണ്ണിൻ്റെ ഇൻറ്റൻസിറ്റി ഉള്ള പോലെ തന്നെ മൂണിൻ്റെ ഇൻറ്റൻസിറ്റിയും ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കാറിൻ്റെ മേലേക്ക് നമുക്ക് മൂണിനെ കറക്കി തന്നെ ആസിമത്ത് കറക്കി കഴിഞ്ഞാൽ മൂൺ അങ്ങനെ എടുക്കാം. ഓക്കെ, കണ്ട മൂൺ അവിടെ വന്നു. ഒന്ന് ക്യാമറ ഇച്ചിരി വൈഡാക്കിയേക്കാം. ഓക്കെ, ഇനി എന്താ വേണ്ടേ, നമുക്ക് ഈ മൂണിൻ്റെ സൈസ് വേണമെങ്കിൽ കൂട്ടാം. റേഡിയസ് തൽക്കാലം അവിടെ തന്നെ ഇരിക്കട്ടെ. ആൾട്ടിറ്റ്യൂഡ് ഒരു ഇത്തിരി പൊക്കി കൊടുക്കാം. ഓക്കെ, ഞാൻ ഫേസ് നമുക്ക് കൂട്ട്, ഇങ്ങനെ ഇത്രയും മതി. ഫേസ് ഡയറക്ഷൻ നമുക്കൊരു സൈഡിലേക്ക് ഇരിക്കട്ടെ. ഓക്കെ, കണ്ടില്ലേ? ഇപ്പോഴും ഇനി മുകളിൽ ഇൻറ്റൻസിറ്റി കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ആ ഒരു സ്കൈയിൻ്റെ ഒരു ലൈറ്റാണ് മെയിനായിട്ട് കൂടുന്നത്. പക്ഷേ നമുക്ക് വെളിച്ചം അങ്ങനെ കൂടാറില്ല, സ്കൈയിൻ്റെ ഒരു വെളിച്ചം കൂടുള്ളൂ. അപ്പോൾ ഫോഗ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, ഈ ഫോഗ് കണ്ടോ, അതായത് രാത്രിയുള്ളൊരു എന്താ പറയുക, ലൈറ്റ് പൊല്യൂഷൻ്റെയൊക്കെ ഒരു അവസ്ഥയാണ് ഫോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോഗ് നമുക്ക് ഓഫ് ചെയ്യാം, ഓണാക്കുകയും ചെയ്യാം. ഫോഗ് വെച്ചിട്ട് നമുക്ക് വെളിച്ചം കൂട്ടുകയോ വേണോ കുറയ്ക്കണോ എന്നുള്ളത് കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഫാൾ ഓഫ്, ഫോഗ് ഭയങ്കരമായിട്ട് വേണോ അതോ ഫോഗ് കുറച്ച് മതിയോ, അതിൻ്റെ ഫാൾ ഓഫ് കൂട്ടിയും കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ഈ വോളിയം ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ലൈറ്റിൻ്റെ സ്കാറ്ററിങ് കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. പക്ഷെ നമുക്കത് ഇങ്ങനെ മുകളിൽ അങ്ങനെ വോളിയം ലൈറ്റ് അടിച്ചിട്ട് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല സ്കാറ്ററിങ്, പക്ഷെ ചിലപ്പോൾ കിട്ടും. അതുപോലെ തന്നെ ക്ലൗഡ്സും കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, നൈറ്റ് സ്കൈൻ്റെ ഒരു ലുക്ക് വരും. അതിൻ്റെ മൂന്ന് ഇത്രയും ഡിസ്ക്രൈഡീസ് ഇത്രയൊന്നും ഉണ്ടാവില്ല, അതിന് ചെറുതായിരിക്കും ശരിക്കും. അതൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ക്ലൗഡ്സ് ഓണാക്കാൻ മറക്കരുത്. അതുപോലെ ഫോഗ് പ്രത്യേകം ഓണാക്കുക. ഫോഗ് നമ്മൾ കൂട്ടിയും കുറക്കാൻ അനുസരിച്ച് അതിൻ്റെ ഹൈറ്റ് ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ അനുസരിച്ചും ഫാൾ ഓഫ് അഡ്ജസ്റ്റ് ചെയ്യാൻ അനുസരിച്ചും ആണ് നമ്മുടെ വെളിച്ചം കയറി വരുന്നതും കൂടുന്നതൊക്കെ നോക്കണേ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഇനി വെളിച്ചം പോരാന്നുണ്ടെങ്കിൽ എഫക്റ്റിൽ പോയി കഴിഞ്ഞിട്ട് എക്സ്പോഷർ കൂട്ടി കൊടുത്തിട്ടൊക്കെ നമുക്ക് നോക്കാം. പക്ഷെ അപ്പോൾ നൈറ്റ് സ്കൈൻ്റെ ഒരു എഫക്റ്റ് പോകും. നമുക്ക് ഇരുട്ട് വേണമല്ലോ. ഇരുട്ട് വേണമെങ്കിൽ മാക്സിമം ഇതേപോലെയുള്ള ഒരു സെറ്റപ്പൊക്കെയാണ് ഒപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. അധികം വെളിച്ചമില്ലാണ്ട് എന്നാൽ ദൂരെ നിന്ന് ലൈറ്റ് പൊല്യൂഷൻ ഇവിടെ കാണുന്ന പോലെ ഫോഗ് അടിച്ച് ലൈറ്റ് പൊല്യൂഷനുള്ള രീതിയിൽ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. പിന്നെ ഇതിപ്പോൾ ഞാൻ ഫോഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ഒരു ഇരുട്ടായിട്ടുള്ളൊരു ലുക്ക് കിട്ടും. പക്ഷേ ഒരു നീല ആകാശമാണ് എപ്പോഴും കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഫോഗ് ഇടാറാണ് ചെയ്യാറ് ലൈറ്റ് സ്കൈക്ക് വേണ്ടിയിട്ട്. ഫോഗ് ഇട്ടുവേണമെങ്കിൽ ചെയ്യാം, ഇടാണ്ടും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇതാണ് നൈറ്റ് സ്കൈൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഞാൻ നേരത്തെ എംബുരാൻ്റെ ഒരു റീൽ ഇട്ടപ്പോൾ എടുത്ത ഒരു മോഡലാണിത്. ഈ കാറ് സ്കെച്ചപ്പിൽ നിന്ന് നമ്മുടെ വെയർ ഹൗസിൽ നിന്ന് കിട്ടും.
അതിൻ്റെ ബമ്പറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്ത് നമ്മൾ ദൂരെ നോക്കുമ്പോൾ നമുക്ക് വലിയ വ്യത്യാസം തോന്നില്ല. ശരിക്കും ഭയങ്കര അലമ്പായിട്ടാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, നമ്പർ പ്ലേറ്റൊക്കെ അങ്ങനെ അടിച്ചതാണ്. പിന്നെ ഈ കാണുന്ന മോഡൽ നമ്മുടെ D5ൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ടാങ്ക് കിടപ്പുണ്ട്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ സീൻസ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. D5 സീൻസ് എന്ന് പറയും. സീൻ എക്സ്പ്രസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്നെടുത്താണ് ഈ കാണുന്ന, ഞാൻ ഡേ ടൈം ഇട്ടുതരാം, ഈ കാണുന്ന ലൊക്കേഷൻ. പിന്നെ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ബാക്ക്ഗ്രൗണ്ടിലൊരു ഹെലികോപ്റ്റർ ഉള്ളത്. അത് ഞാൻ ഇതേപോലെ 3D വെയർ ഹൗസിൽ നിന്ന് എടുത്താണ് സ്കെച്ചപ്പിൻ്റെ. ഈ ടാങ്കൊക്കെ ഓൾറെഡി സീനിലുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ എനിക്ക് മൂവ് ചെയ്യാം, ഞാൻ വെറുതെ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ചെറുതായിട്ട്. ഇതൊക്കെ ഈ കാണുന്ന പോലെ ഒരു ഷോട്ട് എടുക്കാനും കുറച്ച് ഇരുട്ടായിട്ടുള്ള ഷോട്ട് എടുക്കാനും ഒക്കെ ആയിട്ട് ഞാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മളിപ്പോൾ നോക്കിയത് നൈറ്റ് സ്കൈ ആണ്. ഇവിടെ കസ്റ്റത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് ടൈം ഓണാക്കി ലൈറ്റ് ഇൻറ്റൻസിറ്റിയൊക്കെ കൂട്ടി മൂണിൻ്റെ റൊട്ടേഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ മൂണിൻ്റെ റിസ്ക് റേഡിയസ് ഒക്കെ ഒന്ന് കൂട്ടി കൊടുക്കുക. അതുപോലെ ഫോഗ് അതിൻ്റെ ഹൈറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഇത് ഫാൾ ഓഫും കാര്യങ്ങളും എല്ലാം നമുക്ക് ട്വീക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ബ്ലർ അടിച്ചിട്ടേക്കാം. ഓക്കെ, കണ്ടോ, ഇങ്ങനെ ഇതിപ്പോൾ പക്ക ഇരുട്ട് അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് അല്ലേ. ഇതിൽ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയെന്ന് വെച്ചാൽ സ്റ്റാർ ലൈറ്റ് ഇൻറ്റൻസിറ്റിയാണ്. അതായത് സ്റ്റാറിൻ്റെ എന്താ പറയുക, സ്റ്റാർ കാണുന്ന ആ ഒരു ലുക്ക്, സ്റ്റാറിൻ്റെ ഒരു തിളക്കം കണ്ട കൂടുതൽ സ്റ്റാർ വന്നത് കൂട്ടി കഴിഞ്ഞപ്പോൾ അത് കുറച്ച് വേണമെങ്കിൽ കുറച്ച് വെക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പ്രസിപ്പിറ്റേഷനൊക്കെ ഓൺ ആക്കുക. ഓക്കെ, കണ്ടില്ലേ, അങ്ങനെയും നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് നൈറ്റ് സ്കൈൻ്റെ ഈ ഒരു കുറച്ച് ഫീച്ചേഴ്സ്, അതായത് ഈ ഒരു ഓപ്ഷൻസ് നമ്മൾ എന്താ പറയുക ഒന്ന് ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന വ്യത്യാസങ്ങൾ അതൊക്കെയാണ്. പക്കാ നൈറ്റ് സ്കൈ റെൻഡർ ചെയ്യാനായിട്ട് ഞാൻ നോക്കിയിട്ട് ഈ ഒരു കസ്റ്റം നൈറ്റ് ടൈം പോരാ എന്നെനിക്ക് തോന്നി. അത് നമ്മൾ HDRI ഒക്കെ നമ്മൾ തന്നെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ GeoSkyലിട്ടിട്ട് ഫുൾ ഇരുട്ടാക്കി മാറ്റി എന്നിട്ട് നമ്മൾ നമ്മുടെ മോഡലിന്, ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ലൈറ്റൊക്കെ കൊണ്ടുവന്നിട്ട് മോഡലിലേക്ക് അടിച്ച് അങ്ങനെയൊക്കെ ചെയ്താലാണൊരു വൃത്തിയായിട്ട് കിട്ടുന്നുള്ളൂ എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഫോഗൊക്കെ അടിച്ചിട്ട് കുറച്ച് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും നൈറ്റ് ടൈമിൽ, എന്നാലും അതൊരു പോരാ എന്നൊരു ഫീലിംഗ് എനിക്കുണ്ട്. എപ്പോഴും എന്താ പറയുക, ഡേ ടൈമാണ് എപ്പോഴും നല്ലത്. നൈറ്റ് ടൈമിൽ ഇപ്പോഴും എന്താ പറയുക റെഡി ആയിട്ടില്ല നമ്മളുടെ D5 എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതാണ് മെയിനായിട്ട് പറയാനുണ്ടായിരുന്നത്. ചെറിയ വീഡിയോ, ചെറുതായിട്ട് കാര്യം പറഞ്ഞു തന്നുള്ളൂ. എല്ലാ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.